ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് നമുക്ക് ഒരു 1 ഇയർ ബേബിയുടെ ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെയിൻബോ കളറിൽ ആണ് 5 കളറിലുള്ള നെറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 18 സൈസിലാണ് കേട്ടോ വരുന്നത്. 1 ഇയർ ആയിട്ടുള്ള ബേബിയുടെയാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഫ്രോക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 5 കളറിൽ ഞാൻ ഓരോ മീറ്റർ വെച്ച് നെറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഒരു 3/4 മീറ്ററോളമൊക്കെ മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ നെറ്റിൻ്റെ അളവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 5 പീസുണ്ട്. അപ്പോൾ 5 പീസിൽ നിന്നും 2 പീസ് വീതം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്കൊരു 18 ഇഞ്ചൊക്കെ കിട്ടിയാൽ മതിയാകും കേട്ടോ. ബേബിക്ക് ടോട്ടൽ ഒരു 18 ഇഞ്ചൊക്കെ കിട്ടിയാൽ മതി. ഫുൾ ഫ്രോക്കായിട്ടല്ല, ഒരു മുക്കാലായിട്ടാണ് ഫ്രോക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാൻഡ് വെക്കുന്നുണ്ട്. കൈയുടെ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നീളം 3 ഇഞ്ചാണ്. അത് കുറച്ചിട്ട് 15 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഫ്രില്ല് പോലെ മുകളിലേക്ക് നിൽക്കാൻ പാകത്തിനാണ് ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ചോടെ കൂട്ടി 16 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. 1 വയസ്സ് 1.5 വയസ്സ് വരെയുള്ള ബേബീസിന് ഈ അളവിൽ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 16 ഇഞ്ച് നീളത്തിന് എല്ലാ കളറും നമ്മൾ 2 പീസ് വീതം കട്ട് ചെയ്തെടുക്കുകയാണ്. അന്നേരം നമുക്ക് കുറച്ച് മെറ്റീരിയലും മിച്ചം ഉണ്ടാകും. അതിന് നമുക്ക് ഹെയർ ബാൻഡിനുള്ള ഫ്ലവർ തയ്ക്കാനും ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ ഫ്ലവർ വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഷോൾഡറിലുള്ള ബാൻഡ് ഉണ്ടല്ലോ, ചെറിയ വള്ളി പോലെ വരുന്നത് പിന്നി ഇട്ടിട്ടാണ്, മെടഞ്ഞെടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ബാക്കി വരുന്ന ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ്ങും അതേ അളവിൽ തന്നെ 16 ഇഞ്ചിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കേണ്ടതുകൊണ്ടാണ് സെയിം അളവിൽ തന്നെ എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പടിയും കൂടെ വെട്ടിയെടുക്കണം. ഒരു 3 ഇഞ്ച് വീതിയിൽ സെയിം അളവിൽ തന്നെ നമ്മൾ ലൈനിങ് എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ ഞാൻ ആ ലൈനിങ്ങിൻ്റെ ഫുൾ വീതി 40 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. ആ വീതി ഫുൾ എടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പം 36 ഇഞ്ചൊക്കെ ആട്ടോ ചെറിയ കുട്ടികൾക്ക് വേണ്ടി വരുള്ളൂ. 18 ഇഞ്ച് വണ്ണമാണെങ്കിൽ 36 ഇഞ്ച് എടുത്താൽ മതിയാകും. ഇതിപ്പോൾ 40 ഇഞ്ചുണ്ട്, 4 ഇഞ്ച് കൂടുതലുള്ളൂ. ഇച്ചിരി ഫ്ലഫി ആയിട്ട് നിന്നോളും. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ, ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുവാണെങ്കിൽ 18 ഇഞ്ചാണ് ചെസ്റ്റ് അളവെങ്കിൽ 36 അതിൻ്റെ ഇരട്ടി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അതേ അളവിൽ തന്നെ ബാൻഡും എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നെറ്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കളറ് തന്നെ 2 എണ്ണം വീതം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരേ ഷെയ്ഡ് 2 സെറ്റിലും വരാൻ പാകത്തിന് 2 സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. 1 by 1 ആയിട്ട് ഓരോ കളർ അതേ അളവിൽ തന്നെ അതേ മോഡലിൽ തന്നെ അടുത്ത കളറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് നീളത്തിന് എല്ലാ പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 5 കളർ വന്നു കഴിഞ്ഞപ്പോൾ 6ാമത്തെ കളറ് നമ്മൾ ആദ്യം ചെയ്ത കളറ് അതേ രീതിയിൽ തന്നെ നമ്മൾ 10 കളറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ആ 1 ഇഞ്ചിലാണ് സ്റ്റിച്ച് വരേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണതിൻ്റെ ഭാഗം മുകളിലേക്ക് തള്ളി നിൽക്കണം. അപ്പോൾ അതുപോലെ ഫുൾ നെറ്റും നമ്മുടെ ലൈനിങ് എത്രയാണോ എടുത്തത് അത്രേ അളവിലേക്ക്, ഇപ്പോൾ 40 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ആ 40 ഇഞ്ചിലേക്ക് ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ ആ 1 ഇഞ്ച് കാണാൻ പാകത്തിന് അവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ 1 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 40 ഇഞ്ചാണ് വേണ്ടെന്നുണ്ടെങ്കിൽ 8 പീസ് ഉണ്ടല്ലോ, അപ്പോൾ 8 പീസും 40 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഓരോ കളറും എത്ര ഇഞ്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം എന്ന് ഡിവൈഡ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പീസ് 5 ഇഞ്ച് വീതമാണ് എനിക്കിവിടെ കിട്ടേണ്ടത്, 40 ഇഞ്ച് എടുത്തുകൊണ്ട്. അതുപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ നെറ്റിൻ്റെ കളറും എത്ര ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 1 മീറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഫ്ലെയറായിട്ട് നമുക്ക് ഫ്ലഫി ആയിട്ട് തന്നെ ഫ്രോക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാൻഡിന് ഇലാസ്റ്റിക്കിൻ്റെ ബാൻഡിന് വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ ആ പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു വശത്തുനിന്ന് നമ്മൾ മടക്കി അടിക്കാത്ത പീസ് ഉണ്ടല്ലോ ആ പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഇതുപോലെ ഒരു വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറുവശത്ത് നിന്ന് മറിച്ചെടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ ബോട്ടത്തിനൊക്കെ ഇലാസ്റ്റിക് ഇടാനൊക്കെ പടി അടിച്ചെടുക്കൂലേ, അതുപോലെ പടി അടിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഫ്രോക്കിന് വേണ്ടി ഫ്രില്ലിട്ട് വെച്ചതിൻ്റെ ചള്ളു വശത്ത് വെച്ച് ഇതിൻ്റെ ഈ പീസ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൽ വരാൻ പാകത്തിന് നമ്മൾ ആ 1 ഇഞ്ച് ഫ്രില്ല് മുകളിലേക്ക് തള്ളി നിൽക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത അതേ പൊസിഷനിൽ ലൈനിങ് വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വശത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ഇതുപോലെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫ്രില്ലിട്ട ലൈൻ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കാകുമ്പം നെഞ്ചിൻ്റെ അവിടെ ടൈറ്റൊന്നും വരാതെ നമുക്ക് എത്രയാണോ നെഞ്ചളവുള്ളത് ആ അളവിൽ തന്നെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 18 ഇഞ്ചാണ് 1 വയസ്സൊക്കെ ആയ ചെറിയ കുട്ടികൾക്കൊക്കെ. ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ 18 ഇഞ്ചൊക്കെയാണ് വരത്തുള്ളൂ, 17 ഇഞ്ചൊക്കെയാണ് വരത്തുള്ളൂ. അപ്പോൾ അതേ അളവിൽ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ നീളവും എടുത്താൽ മതി. ഇവിടെ ഞാൻ 18 ഇഞ്ച് തന്നെയാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തത്. അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ട് 2 സൈഡും ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇടാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് വലിച്ച് ഇടുന്നതിനും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് 2 സൈഡും ജോയിൻ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാൻഡ് തയ്ക്കണം, ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം 3 കളറിൽ നമുക്ക് ഇഷ്ടമുള്ള 3 കളർ എടുത്തിട്ട് നമുക്കതൊന്ന് മെടഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ 1 ഇഞ്ചൊക്കെ വീതിയിൽ നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു ഡബിൾ ഫോൾഡായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇച്ചിരിയുടെ തിക്നെസ് തോന്നും. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിട്ട് വേണം നമുക്കത് മെടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്ത് ലൈനിങ്ങിൻ്റെ അടിഭാഗവും മടക്കി അടിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് മെടഞ്ഞ് നമുക്ക് എടുക്കണം. അപ്പോൾ 3 പീസ് ഒരുമിച്ച് വെച്ചിട്ട് പിന്നി എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 3 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒന്നെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെഷീൻ്റെ പ്രസറിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിന്നി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നി എടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ അത് വിശദീകരിച്ച് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രോക്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രോക്ക് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിക്കുക, ഉടുപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് വീതം 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം 4 ഇഞ്ച് കഴുത്തകലം വരും. അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ 2 സൈഡും ഫ്രണ്ടും ബാക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 4 ഇഞ്ചാണ് കഴുത്തകലം വരിക. സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് വീതം 2 സൈഡിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 3 ഇഞ്ചാണല്ലോ ലെങ്ത്ത് പറഞ്ഞത്. അപ്പം ഫ്രണ്ടിന് 3 ബാക്കിന് 3 അങ്ങനെ ടോട്ടൽ 6 ഇഞ്ച് വേണം. പിന്നെ അതിന് വേണ്ടുന്ന തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വീതം, അങ്ങനെ ടോട്ടൽ 7 ഇഞ്ച് നീളത്തിൽ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്ന ആ സ്റ്റിച്ചെ തന്നെ നമുക്ക് ഈ ബെൽറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ, ഒരു വലിയ തയ്യലൊന്നുമില്ല, ഒരുപാട് തയ്യലൊന്നും വരുന്നില്ല ഇതിൽ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫ്ലവർ പിടിപ്പിക്കണം, പിംപോം പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് 3 എണ്ണം എടുക്കാം. 3 ഫ്ലവറൊക്കെ പിടിപ്പിച്ചാൽ മതിയാവും, ചെറിയ ഉടുപ്പല്ലേ. കൈക്കുടിയുടെ ഭാഗത്തേക്ക് ഫ്ലവർ പിടിപ്പിക്കേണ്ട, ഫ്രണ്ടിൽ ആ ബെൽറ്റിൻ്റെ ഉൾഭാഗത്ത് വരാൻ പാകത്തിന് പിടിപ്പിച്ചാൽ മതിയാവും. നമുക്ക് എത്ര വീതി എടുക്കുന്നോ അനുസരിച്ച് വലിപ്പമുള്ള ഫ്ലവർ നമുക്ക് കിട്ടും. ഞാനിവിടെ 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പൂവാണെങ്കിൽ വീതി കുറയ്ക്കണം, വലിയ പൂവാണെങ്കിൽ കുറച്ചുകൂടെ വീതി എടുക്കണം. അപ്പോൾ ഞാൻ ഏത് കളറാണോ നെറ്റ് വരുന്നത് അതേ സെയിം കളർ തന്നെ ഫ്ലവർ ആണ് അതിൻ്റെ മുകളിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ നെറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ സൂചി നൂലും എടുത്ത് കോർത്ത് കൊടുത്ത് ഒന്ന് വലിച്ച് എടുക്കുക. അപ്പോൾ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. അതിന് ശേഷം അത് നമുക്കിതുപോലെ ടൈറ്റാക്കി പിടിച്ചു കൊടുത്ത് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് കെട്ടിയിട്ട് കൊടുത്ത് നമുക്ക് തുന്നിയെടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ അറ്റത്ത് ലെവൽ കുറവുള്ളതെല്ലാം ലെവൽ ചെയ്തെടുത്ത് ഫ്ലവർ പോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം.
അതിനുശേഷം അത് ആ ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ ഉടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ബോയും ഉണ്ടാക്കി അതിനകത്തും ഫ്ലവർ തുന്നി കൊടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.